ഓന്തും ക്ലിമീസും. ഈ ഓന്തുകൾ നിർമാറുന്നത് പോലെ നേരവും കാലവും അവസരവും നോക്കി നിറം മാറുന്ന ഒരിനം ജന്തുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അതാരാണ്? നമ്മുടെ മെത്രാന്മാർ. ഓരോ കാലഘട്ടത്തിലും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ദുരന്ത സൂചന ലഭിക്കുന്നത് പോലെ അപകട സൂചനകൾ ലഭിക്കുമ്പോൾ കളർ മാറുവാൻ, നിറം മാറുവാൻ പ്രത്യേക സിദ്ധി ലഭിച്ച വംശങ്ങളാണ്, ഇനങ്ങളാണ് ഇവറ്റകൾ. നിങ്ങൾക്കറിയാം, ഈ മതമേലധ്യക്ഷന്മാർ എന്ന് പറയുന്ന ഈ ആത്മീയ കച്ചവടക്കാർക്ക്, ഈ ആത്മീയ കുർവാ സംഘങ്ങൾക്ക് അവർക്ക് സ്ഥായിയായ ഒരു ഭാവമോ, ഒരു സ്ഥായിയായ ഒരു നിലപാടോ, സ്ഥായിയായ ഒരു പ്രേമമോ ഒന്നുമില്ല. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു നിലപാട്, അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു നിലപാട്, വൈറ്റിപ്പിഴപ്പിൻ്റെ രാഷ്ട്രീയം. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഏത് സമുദായമായിക്കോട്ടെ, ഏത് സഭകളായിക്കോട്ടെ, എല്ലാവരെയും ഒരു വണ്ടിയിൽ കെട്ടാവുന്ന ഇനങ്ങളാണ് ഈ വിഷയത്തിൽ. ഓന്തും ക്ലിമീസും. കഴിഞ്ഞ ദിവസം മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ, കാതോലിക്ക എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ക്ലിമീസിനെ അറിയുന്നവർക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലക്കാലം കേരളത്തിൽ പിണറായിയുടെ ഒരു വളരെ വിശ്വസ്തനായിരുന്നു ഈ ക്ലിമീസ്. ഒരു സഖാവിനെ പോലെ, ഒരു പാർട്ടിയുടെ ഉന്നത പദവി വഹിക്കുന്ന ആളെ പോലെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന പരിപാടികളിലും സർവ്വവ്യാപിയായി ഈ തലയിൽ ഹുയാൻ സാങ്ങിൻ്റെ ഈ കൂമൻ തൊപ്പി വെച്ച ഈ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഈ വിചിത്രമായ ഈ സങ്കരയിനം തൊപ്പി വെച്ച് നടക്കുന്ന ഈ ആത്മീയ തൊഴിലാളിയെ വളരെ കൗതുകപൂർവമാണ് കുട്ടികളൊക്കെ നോക്കിക്കാണുന്നത്. ഇത് എന്ത് വേഷമാണ് എന്ന ഭാവത്തിൽ. ക്രിസ്തുവും ഇമാതിരി പൂച്ചാണ്ടി വേഷവും തമ്മിൽ എന്ത് ബന്ധമെന്ന് പല ക്രൈസ്തവരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതേത് തിയോളജി പ്രകാരമാണ് ഇപ്രകാരം ഈ അവിഞ്ഞ ഡ്രസ്സുമിട്ട് ഇവർ നടക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതാരെയും കളിയാക്കുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും ക്രൈസ്തവരെ സംബന്ധിച്ചോളം നമ്മളുടെ ഒരു ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത്, അവരേത് സഭക്കാരനായിക്കോട്ടെ, നമ്മുടെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ആ വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേഷധാരികളുടെ പ്രസക്തി എന്താണ് എന്ന് നാം സ്വയം ചോദിച്ചു പോകും. അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നതാണ്, അവരെ വിമർശിക്കുന്നതാണ് എന്ന് അവർക്ക് പോലും ആരോപിക്കുവാൻ സാധ്യമല്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രസക്തി എന്താണ് എന്ന് ക്രിസ്ത്യാനി എന്ന് ആലോചിക്കുമോ, അപ്രകാരം ആലോചിച്ചാൽ അന്ന് അവർ മടലെടുത്ത് ഇവന്മാരെ അടിച്ചോടിക്കും. കാരണം ക്രിസ്തുവും ഇവന്മാരും തമ്മിൽ യാതൊരു കടലും കടലാടിയും പോലുള്ള, കടലയും ആട്ടുംകാട്ടവും പോലുള്ള ഒരു ബന്ധം പോലും ഇവന്മാർ തമ്മിലില്ല എന്ന് മനസ്സിലാക്കണം. ഓന്തും ക്ലിമീസും. ഈ ഓന്തിനെയും ക്ലിമീസിനെയും നമുക്ക് എന്തുകൊണ്ട് താരതമ്യം ചെയ്യണം എന്ന് പറയുവാൻ കാരണം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 കൊല്ലം പിണറായി വിജയന്റെ കൂടെ ഇടതുപക്ഷ പരിപാടികളിൽ സർവ്വവ്യാപിയായി നടന്ന ഈ ആത്മീയ കുർവാ സംഘത്തിൻ്റെ ഈ നേതാവ് ഇപ്പോൾ ഇതാ അടുത്ത ഭരണമാറ്റം പ്രതീക്ഷിച്ച്, ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ് കേട്ടോ, ഇയാൾ തെറ്റിദ്ധരിച്ച് കാണും ഒരുപക്ഷെ അടുത്തത് ഒരു UDF സംവിധാനമാണ് വരുന്നത് എന്ന് കാലേക്കൂട്ടി മുൻകൂട്ടി തീരുമാനിച്ച് UDFന് ഒരു പാവിരിക്കുന്ന പരിപാടിയുമായി ഇദ്ദേഹം ഇറങ്ങി. അങ്ങനെ 10 കൊല്ലം പിണറായിയുടെ തോളിൽ കൈയിട്ട് നടന്ന ഈ ഓന്തിനെ വെല്ലുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ഇതാ ഈ നാണം കെട്ട കേക്കച്ചൻ്റെ പുറകെ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ആത്മീയ കച്ചവടത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം ഇവർക്ക് പല കച്ചവട താല്പര്യങ്ങളുണ്ട്. ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ, ഒരു സമാന്തര ഭരണവ്യവസ്ഥ റൺ ചെയ്യുന്നവരാണ് ഈ ആത്മീയ തൊഴിലാളികൾ, ഈ ആത്മീയ കച്ചവട കേന്ദ്രത്തിൻ്റെ ഈ നേതാക്കന്മാർ. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മാഫിയകൾ എന്ന് പറയുന്നത് ഈ സഭകളിലെ ഈ മേൽപ്പട്ടക്കാർ എന്ന പദവിയിലിരിക്കുന്ന, ഈ സഭാ നേതാക്കന്മാർ എന്ന പദവിയിലിരിക്കുന്നവരാണ്. ഇവരാണ് ഏറ്റവും വലിയ ക്ഷുദ്ര മാഫിയ ശക്തികൾ. ഇവരാണ് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയുണ്ടാക്കി, സമാന്തര ഭരണകൂടമുണ്ടാക്കി
ഈ ഭരണകൂടങ്ങളിലുള്ളവരെ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും ഇവരാണ് നിശ്ചയിക്കുന്നത് തങ്ങളുടെ സമുദായത്തിലുള്ള ആരൊക്കെ നേതാക്കന്മാരായി വരണം, ആർക്കൊക്കെ പാർട്ടി സീറ്റ് കൊടുക്കണം, ഓരോരുത്തരെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വിജയിപ്പിച്ചെടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും ആരാണ്? ഈ പൂച്ചാണ്ടി വേഷക്കാരന്മാരാണ്, ഈ വേഷം കെട്ടി നടക്കുന്നവന്മാരാണ്. ഇവന്മാരെന്തോ വലിയ സംഭവമാണെന്ന് ഇവന്മാർ ചിന്തിക്കുന്നു. ജനങ്ങളിൽ അപ്രകാരം ഒരു തോന്നലുളവാക്കുന്നു. ചരിത്രാതീത കാലം മുതൽ തന്നെ സ്റ്റേറ്റും റിലീജിയനും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് കാണാം. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഇവർ പരസ്പരം ചൊറിഞ്ഞ് കൊണ്ടും കൊടുത്തും സഹകരിച്ചും മുന്നോട്ട് പോകുന്നു. റിലീജിയൻ ഒരാവശ്യം വരുമ്പോൾ സ്റ്റേറ്റ് കാണും, സ്റ്റേറ്റിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ റിലീജിയൻ കാണും. ഈ കച്ചവടം ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായി റോമ സാമ്രാജ്യ കാലഘട്ടത്തിൽ തുടങ്ങി കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ തന്നെ തുടങ്ങിയ ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്. അത് ഇന്നും പല രൂപത്തിലും ഭാവത്തിലും നടക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനം വന്നപ്പോൾ പോലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഭരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ മെത്രായോളികൾ തീരുമാനിക്കുന്ന അവരുടെ ശിങ്കടികളാണിന്ന് ഓരോ പ്രസ്ഥാനത്തിലെയും സ്ഥാനാർത്ഥികളായി വരുന്നതും അവരാണ് ഓരോ പദവികൾ വഹിക്കുന്നതും. ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനം നോക്കുക, എത്രയോ കഴിവുള്ള മിടുമിടുക്കരായ യുവാക്കളായ നേതാക്കന്മാർ ഉള്ളപ്പോഴാണ് ഒരു അരമനക്കുണ്ടനെ അച്ഛന്മാരുടെ കുപ്പായവും പൊക്കി നടന്ന ഒരു മദ്ബഹയിലെ ഒരു ശുശ്രൂഷകന്റെ പോലും റോളില്ലാത്ത ഒരു അരമന കിങ്ങിണിയെ പിടിച്ച് KPCC അധ്യക്ഷന്റെ പദവിയിൽ ഇരുത്തിയത്. ഇതെന്തിനു വേണ്ടിയാണ്? സഭ ബാർഗൈൻ ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വിരട്ടി ദാരിദ്ര്യത്തിലായി കഞ്ഞിപ്പശ മുക്കാൻ പോലും ഗതിയില്ലാതെ നിൽക്കുന്നവന്മാർക്ക് കാശ് എല്ലും കഷ്ണം ഇട്ട് കൊടുത്തിട്ട് പറയുന്നു, നിനക്കൊക്കെ വട്ടച്ചെലവിനുള്ള കാശ് തരാം, ഇലക്ഷൻ വരെ ഉന്തിത്തള്ളി വണ്ടി കൊണ്ടുപോകാനുള്ള കാശ് ഞങ്ങൾ തരാം, പക്ഷേ പ്രൊവൈഡഡ് വൺ കണ്ടീഷൻ, ഞങ്ങളുടെ ആ അരമനക്കുണ്ടനെ ഞങ്ങൾ പറയുന്ന പദവിയിൽ ഇരുത്തണം. ഞങ്ങളുടെ പ്രതിനിധിയായി നിന്റെ KPCC ആസ്ഥാനത്ത് ഞങ്ങളുടെ അരമനക്കുണ്ടൻ ഇരിക്കും. ബലത്തിൽ നിങ്ങളുടെ ആളെന്ന് തോന്നിക്കും, ഞങ്ങൾ ചരട് വലിക്കും, ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അരമന കിങ്ങിണിയെ തരും, നീയൊക്കെ സഹിക്കണം. ഞങ്ങൾ പറയും ഈ കുണ്ടൻ ഞങ്ങളുടെ ചരട് വലിക്കനുസരിച്ച് നിന്ന് അവൻ ചാടറ കുഞ്ഞിരാമ, ഇങ്ങോട്ട് ചാടറ കുഞ്ഞിരാമ എന്ന് പറയുമ്പം കുഞ്ഞിരാമൻ ചാടിക്കളിക്കും, കളി ഞങ്ങൾ നടത്തും. അപ്രകാരം കളിക്കുന്ന മരപ്പാവയെ ഇരുത്തി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇത്തരം അരമനയിലെ ആഭാസന്മാരാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഒരു കള്ള് കച്ചവടക്കാരനെ സമീപിച്ചാൽ കിട്ടുന്നതിലും വലിയ, ഒരു ക്വാറി മുതലാളിയെ സമീപിച്ചാലും കിട്ടുന്ന വലിയ തുക, ഒരു മദ്യക്കച്ചവടക്കാരനേക്കാളും ഒരു വേശ്യാലയം നടത്തിപ്പുകാരനേക്കാളും അവരെ സമീപിക്കുന്നതിനേക്കാളും വലിയ തുക കിട്ടുന്നത് ഇതുപോലെ നാറിയ അരമനകളിൽ പോകുമ്പോഴാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന സഭയുടെ രൂപമുള്ള പല കച്ചവട സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഈ തലസ്ഥാന നഗരിയിൽ തന്നെ നമ്മുടെ രാജ്ഭവന്റെ സമീപത്ത് തന്നെ ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടുകാരൻ്റെ, ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു കള്ളപ്പണ ഇടപാടുകാരൻ്റെ ബിഷപ്പ് ഹൗസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഹവാല ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വരെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈവനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പല പരിപാടികളും സ്പോൺസർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അളിഞ്ഞവന്മാരെ മുഖ്യാതിഥികളായി ഈ പൂച്ചാണ്ടി വേഷക്കാരന്മാരെ പല പ്രധാനപ്പെട്ട പരിപാടികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മളപ്പോൾ ഓർക്കും, ഈ പൂച്ചാണ്ടികളും ഈ ഭരണകൂടവും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. ബന്ധമുണ്ട്. ഇതാണ് ആ ബന്ധം. ഇവന്മാർക്ക് ആവശ്യത്തിനുള്ള കാശ് ഇവന്മാർ ഇട്ടുകൊടുക്കും, ഇവന്മാരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇവന്മാർ നടത്തിയും കൊടുക്കും. അങ്ങനെ വനമേഖലകൾ അനധികൃതമായി കയ്യേറിയ ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ അടുത്ത വട്ടം സർക്കാർ വരുമ്പോൾ റവന്യൂവും വനഭൂമിയും വനം വകുപ്പും തങ്ങളുടെ ആൾക്ക് നൽകണമെന്ന കച്ചവടത്തിന്മേൽ പറഞ്ഞ ഡീൽ ഉറപ്പിച്ചാണ് ഓരോരുത്തന്മാരെയും ഓരോ പദവിയിൽ ഇരുത്തിയേക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഓരോ സഭകളുമായി സംസാരിച്ച് ആർക്കൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സീറ്റ് കൊടുക്കാമെന്നുള്ള കച്ചവടവും UDFുമായി ഈ മെത്രന്മാർ ഉണ്ടാക്കിക്കഴിഞ്ഞു. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓന്തും ക്ലിമീസും 10 കൊല്ലം പിണറായിയെ കെട്ടിപ്പിടിച്ച് നടന്ന
ആ ക്ലീമീസ് ഇപ്പോഴിതാ തന്റെ കുപ്പായം പിണറായിയെ പൊക്കിക്കാണിച്ചുകൊണ്ടിതാ കേക്കച്ചന്റെ പുറകെ നടക്കുകയാണ്. എന്താ? അടുത്ത വട്ടം UDF വരുമെന്ന് ഇവന്മാർ കരുതുന്നു. ഇവന്മാർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു UDF വരുമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും മീഡിയേറ്റർമാരായി സഭകളുടെ പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമാണ് ഈ കോക്കച്ചൻ. ഈ കോക്കച്ചനാണ് ഇവരുടെ പല പരിപാടികളുടെയും മധ്യസ്ഥൻ. ഇദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ ഈ പൂച്ചാണ്ടി, ഈ ക്ലീമീസ് പറയും, കോൺഗ്രസ്സുകാരെ നശിപ്പിക്കുന്നത്, തമ്മിലടിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത കാണിക്കണം, ജാഗ്രത പാലിക്കണം, ഭരണം കിട്ടണമെങ്കിൽ തമ്മിലടിക്കരുത്. അതുപോലെ എറണാകുളം അടിരൂപതയിലെ ഒരുത്തനുണ്ട്, വരാലുതോമ. അനാഥയായ ഒരു വൃദ്ധയെ കബളിപ്പിച്ച് 3 കോടി രൂപ തട്ടിയിട്ട് നടക്കുന്ന ഒരു നാണം കെട്ടവൻ. ഇവൻ ആയ കാലത്ത് ചില മെത്രാന്മാരുടെ പ്രിയപ്പെട്ടവനായിരുന്നത് കൊണ്ട് ഇവന്റെ ചില സവിശേഷതകൾ ഞങ്ങൾ അടുത്ത ദിവസം പറയാം. അങ്ങനെ ആ മെത്രാന്മാരുടെ ബിനാമിയായി, അവന്റെ കളിപ്പാവിയായി ഇരിക്കുന്ന ഒരുത്തൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കേരള കോൺഗ്രസ്സുകാരെല്ലാം ഒരുമിക്കണം, കേരള കോൺഗ്രസ്സുകാരെല്ലാം ഒരുമിക്കണം, ഒരുമിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരണം, എന്നാലേ നമ്മുടെ പള്ളിത്തന്തന്മാരുടെ അളിഞ്ഞ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. പൂച്ചാട്ടിക്കാരന്മാരുടെ ഈ പൂച്ചാട്ടികളുടെ പരിപാടികൾ നടക്കണമെങ്കിൽ ചിതറിക്കിടക്കുന്ന കേരള കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഒരുമിച്ച് വരണം. അങ്ങനെ ആ പറഞ്ഞ വേദിയും കൂടെ ഞാൻ കൃത്യമായി പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പി ജെ ജോസഫിൻ്റെ ഒരു ജീവചരിത്രം ഗ്രന്ഥം ഏതോ ഒരു തീവെട്ടി എഴുതി പ്രകാശനം ചെയ്തു. അത് ഈ ചങ്ങനാശ്ശേരി അടിരൂപതയിലെ ആ നാണം കെട്ടവൻ, ആ വിധവയെ പറ്റിച്ച് 3 കോടി തിന്നിട്ട് നാണമില്ലാതെ നടക്കുന്ന ആ കള്ളപ്പന്നിയാണ് ആ പുസ്തക പ്രകാശനം നടത്തിയത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിച്ച കർമ്മയോഗി. ചിരിക്കരുത്, ആരും തലതല്ലി ചിരിക്കരുത്. ആ ബുക്ക് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? PJ ജോസഫിനെ കുറിച്ചാണ്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗി. അതെ, വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ തൻ്റെ മുമ്പിലിരുന്ന സ്ത്രീയുടെ മാറിൽ എത്താഞ്ഞിട്ട് സീറ്റിനിടയിലൂടെ കയ്യിലിട്ട് അമ്മിഞ്ഞയ്ക്ക് പിടിക്കുവാൻ ശ്രമിച്ച കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗി. ഒരുപക്ഷെ വിമാനത്തിൽ സ്ത്രീയുടെ മാറിടത്തിൽ കടന്നു പിടിച്ച ആ ബഹുമതി ലഭിച്ച ഏക വ്യക്തിയായിരിക്കാം ഇത്. അന്നേരം അതുകൊണ്ട് തീർച്ചയായും ഇദ്ദേഹം ജീവചരിത്രം എഴുതണം. ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടുന്നതും ഇങ്ങനെ തന്നെയാണ്. കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗി, എത്തിപ്പിടിക്കുവാൻ ശ്രമിച്ച കർമ്മയോഗി എന്നതായിരിക്കും ഇദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ പേര്. അപ്രകാരം ഒരു കർമ്മം ചെയ്തവനെ ഈ സഭാപിതാക്കന്മാർ, ഈ അളിഞ്ഞ പിതാക്കന്മാർ, ഈ പൂച്ചാണ്ടി വേഷക്കന്മാരെല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും വിജയിപ്പിച്ചു, നമ്മുടെ മന്ത്രിയാക്കി. പണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ, ഇതുവരെ കേരളം ദർശിച്ചിട്ടില്ലാത്ത ആ ക്രാന്തദർശി പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണെന്ന്. വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് എത്രയോ സത്യമാണ്. ഏതെങ്കിലും സ്വബോധമുള്ളവനാണെങ്കിൽ ഇമാതിരിയുള്ള തീവട്ടിയെ, ആവാസന്മാരെ, ഞരമ്പനെ പിടിച്ച് നേതാവ് ആക്കുമോ, മന്ത്രിയാക്കുമോ? അതെല്ലാം പോരാഞ്ഞിട്ട് ഇതാ അവനെ കൊണ്ട് ജീവചരിത്രം എഴുതിയേക്കുന്നു. എന്നിട്ട് ഈ അളിഞ്ഞ സഭാപിതാക്കന്മാരെല്ലാം കൂടി ആ പുസ്തകം പ്രകാശനം ചെയ്ത് പറയുന്നു ഇവൻ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച കർമ്മയോഗിയാണെന്ന്. നിന്നെയൊക്കെ വരും തലമുറ ചെരുപ്പെടുത്തെറിയില്ലേ നാണം കെട്ടവന്മാരെ? ഈ പൂച്ചാണ്ടി വേഷക്കാരന്മാർ ഓരോരോ കാലഘട്ടത്തിൽ നാട്ടുകാരന്മാരുടെ പൈസയും മേടിച്ച് സമാന്തര സംവിധാനമുണ്ടാക്കി അപ്പവും വീഞ്ഞും തിന്ന് വേർക്കാതെ അന്യം വേർക്കുന്ന ആ ഭക്ഷണവും തിന്ന് ശാപ്പിട്ട് നടക്കുന്ന ഈ കള്ളന്മാർ, ഈ ഓന്തുകൾ ഇതാ അടുത്ത സീസണായപ്പോൾ ഇവന്മാർ കളർ മാറാൻ ഒരുങ്ങുന്നു. ചുമപ്പിന്റെ കൂടെ നിന്നവന്മാർ ഇതാ വെളുപ്പിന്റെ കൂടെ, കൈപ്പത്തിയുടെ കൂടെ പിഴവുന്നു. ഈ ഓന്തുകളെ, ഈ മരയോന്തുകളെ, ജനാധിപത്യ വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കണമെന്ന് ചിന്തിക്കേണ്ടുന്നത്, പറയേണ്ടുന്നത് ഇവിടുത്തെ പള്ളി തന്തമാരല്ല, ഈ പൂച്ചാണ്ടികളല്ല ഇവിടെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടുന്നത് രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയത്തിനിറങ്ങുന്ന, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ പള്ളിത്തന്തന്മാരോട് പറയണം, പള്ളിത്തന്തയെ നീ പള്ളിപ്പറമ്പിലേക്ക് പോകുക, നീ അവിടെ കൂതാശ കളിക്കുക, ഇവിടെ രാഷ്ട്രീയം കളിക്കുവാൻ ഞങ്ങൾ ആമ്പിള്ളാറുണ്ട് എന്ന് ഈ പള്ളിത്തന്തകൾക്ക് അന്ത്യശാസനം നൽകുക. നിനക്ക് ഞങ്ങൾ പള്ളിയിൽ ഈ പൂച്ചാണ്ടി വേഷവും കെട്ടി ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ആത്മീയ ശുശ്രൂഷകൾ നടത്തുക, ആത്മീയ ശുശ്രൂഷ നടത്തേണ്ടുന്നവൻ ആ കൂതാശ കളിക്കുക, രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്, രാഷ്ട്രീയത്തിൽ നിന്റെ ഒന്നും അളിഞ്ഞ ഉപദേശം വേണ്ട, നീയൊക്കെ
ഒരു നല്ല ജീവിതം, ഒരു മാർഗം ഞങ്ങളെ കാണിച്ചു തരിക, ഞങ്ങൾ ആ വഴി ഞങ്ങൾ പിന്തുടരാം എന്ന് പറയുക. പള്ളിത്തന്തന്മാരുടെ ഉപദേശം തൽക്കാലം രാഷ്ട്രത്തിൽ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവം ഇവിടെയുള്ള മുണ്ണയച്ചായന്മാരും മുണ്ണ അച്ചായത്തുകളും മുണ്ണ കുഞ്ഞുങ്ങളും കാണിക്കുന്നു. അന്നേ ഈ പള്ളിത്തന്തന്മാർ അടങ്ങിയിരിക്കത്തുള്ളൂ. പള്ളിത്തന്തന്മാർ പള്ളിയിലിരിക്കട്ടെ, ഒരു കാരണവശാലും ഇന്മാർ രാഷ്ട്രത്തിൽ പ്രവേശിക്കരുത്. ഓന്തും ക്ലെമീസും നമ്മുടെ ചർച്ചാ വിഷയം അതാണ്. ഓന്തിനെ പോലെ നിറം മാറാനൊരുങ്ങുന്ന, അടുത്ത ചേരിയിലേക്ക്, അടുത്ത പാളയത്തിലേക്ക് അവസരമനുസരിച്ച് ചാടാൻ നിൽക്കുന്ന ഈ പൂച്ചാണ്ടി വേഷധാരിയെ ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അവസരത്തിനൊത്ത് കാലുമാറുന്ന ഈ കാട്ടുകള്ളന്മാരെ, ഈ കൂതാശ തൊഴിലാളികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ എന്തിനാണ് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നത്? രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇവർ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുക. അല്പസമയം മുമ്പ് ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു, ഇത് ക്ലെയിമീസോ ഓന്തോ എന്ന് ചോദിച്ച്. ആ വാർത്ത പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഇതാ അടുത്ത നിറമാറ്റം നടത്തി. വി ഡി സതീശന്റെ ഒപ്പം നിന്ന് വി ഡി സതീശനെ പ്രകീർത്തിച്ച് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ ആ ക്ലെയിമീസ് ഇതാ ഇന്ന് ഒരു മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് നിലയ്ക്കലിൽ നിന്നും ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷിക അടൂരിൽ നടന്ന ആ പരിപാടിയിൽ പറന്നിറങ്ങി. ആ വേദിയിൽ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യാതിഥി. പിണറായി വിജയനെ സാക്ഷി നിർത്തി ക്ലെമീസ് പറഞ്ഞു, നാടാർ വിഷയത്തിൽ ഇദ്ദേഹം എടുത്ത തീരുമാനം വളരെ മാതൃകാപരമാണ്. ആ ആർജവത്തെ നമ്മൾ സ്തുതിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് പിണറായിയെ പ്രകീർത്തിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഇടതുപക്ഷത്തോടൊപ്പം വരുന്ന തെരഞ്ഞെടുപ്പിൽ സഭയുണ്ടാവും എന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. ഇന്നലെ വി ഡി സതീശന് വാക്കുകൊടുത്തു, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്നിതാ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനും ഉറപ്പ് കൊടുക്കുന്നു. ഇവരെ ഓന്തെന്നല്ലാതെ നമുക്ക് മറ്റ് എന്തെന്ന് വിളിക്കാൻ പറ്റും? പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഭരണത്തുടർച്ച ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചു. കടുത്ത ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഇനിയും വരുന്നത് ഒരു UDF സർക്കാർ ആയിരിക്കും എന്ന് കരുതി UDFിനൊപ്പം പ്രവർത്തിച്ചു. UDF നേതാക്കന്മാരെ പരസ്യമായി ശാസിച്ചു. കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ തമ്മിലടിയാണ്, അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഐക്യം വേണം, നമുക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ ഉപദേശിച്ച് അതിൻ്റെ നേതാവായി പോകുമ്പോഴാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എല്ലാം തകിടം പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി, ഇനി ഒരു UDF അധികാരത്തിൽ വരുന്നത് സാധ്യമല്ല. ട്രെൻഡുകളാകെ മാറി മറിയുന്നു. ഒരു ഇടതുപക്ഷ സർക്കാർ വീണ്ടും പിണറായിക്ക് ഒരു തുടർഭരണം വരുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്ന് മനസ്സിലായ ഉടൻ തന്നെ ആ ആഗോള അയ്യപ്പ സംഗമം നടന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വീണ്ടും ഒരു പിണറായി തരംഗം വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഇതാ ക്ലെമീസ് മലക്കം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണ് നിലയ്ക്കലിൽ നിന്നും അയ്യപ്പ സംഗമത്തിന് ശേഷം ഹെലികോപ്റ്ററിലെത്തിയ പിണറായി വിജയനെ ആ വേദിയിലേക്ക് സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തെ സാക്ഷിയാക്കിക്കൊണ്ട് ക്ലെമീസ് പറയുന്നു, സഭ ഒപ്പമുണ്ടാവുമെന്ന്. നമുക്ക് ഒരുമിച്ച് ദുഷ്ടശക്തികളെ പോരാടി തോൽപ്പിക്കാമെന്ന് പിണറായി മറുപടിയും പറഞ്ഞു. വളരെ നല്ല കാര്യം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞങ്ങൾ ഈ ഓന്തു സ്വഭാവം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതെത്ര പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല, അതിനു മുമ്പ് തന്നെ അടുത്ത മലക്കം മറിച്ചിൽ ക്ലെമീസ് നടത്തി. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടാലോ? അടൂരിൽ നടന്ന ഓൾ സയൻസ് കോളേജ് ക്യാമ്പസിൽ നടന്ന മലങ്കര കത്തോലിക്ക സഭയുടെ പുനരൈക്യ വാർഷിക വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷിയാക്കി ക്ലെമീസ് മെത്രാൻ നടത്തിയ ആ പ്രസംഗം നമുക്കൊന്ന് കാണാം. ആ ദൃശ്യങ്ങളിലേക്ക്. ഇവിടെ സമയത്ത് എത്താൻ സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കി ഹെലികോപ്റ്ററിലാണ് പ്രത്യേകമായി ക്രമീകരണം ചെയ്ത് ഇവിടെ അടൂര് വന്നത്. നമ്മുടെ സഭയോട് അദ്ദേഹം പുലർത്തുന്ന, ഞാനത് മറച്ചുവെക്കുന്നില്ല, നാടാർ സംവരണ വിഷയത്തിൽ കേരളത്തിലെ മറ്റൊരു മുഖ്യമന്ത്രിയും ജനനേതാവും കാട്ടാത്ത ആർജവത്വം പ്രകടമാക്കിയ ഭരണാധികാരിയാണ് നമ്മോട് ചേർന്ന് നിന്ന് ഈ സഭയോട് എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുവല്ലോ ക്ലെമീസ് മെത്രാൻ നടത്തിയ ആ പ്രഖ്യാപനം.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.